കുഞ്ഞുങ്ങളെയും അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തയയ്ക്കൂ. എന്നാത്മരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ, സോദരരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ, എന്നാത്മരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ, സോദരരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തയയ്ക്കൂ. ഞാൻ എൻ്റെ ഭവനത്തിൽ അനുഗ്രഹമാകാൻ, ഞാൻ എൻ്റെ ദേശത്തിൽ പ്രകാശമാകാൻ, ഞാൻ എൻ്റെ ഭവനത്തിൽ അനുഗ്രഹമാകാൻ, ഞാൻ എൻ്റെ ദേശത്തിൽ പ്രകാശമാകാൻ, എൻ്റെ ഭവനത്തെ യേശുവിനായി നേടുവാൻ, എൻ്റെ ദേശത്തെ യേശുവിനായി നേടുവാൻ അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തയയ്ക്കൂ. എന്നാത്മരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ, സോദരരക്ഷയ്ക്കായി അധ്വാനിച്ചിടുവാൻ അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകക്കാറ്റേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകം ചെയ്തയയ്ക്കൂ. അഭിഷേകം ചെയ്തയയ്ക്കൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ശിശുക്കളെ ആശീർവദിക്കുന്നു. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭിവന്യ മുല്ലശ്ശേരി പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മച്ചാടോ അച്ഛ, പ്രിയപ്പെട്ട ജിജോ അച്ഛ, ബഹുമാന്യരായ ജോണി സർ, പ്രവീൺ സർ, ആദരണീയരായ പ്രിൻസിപ്പൽമാർ, ഹെഡ് മാസ്റ്റർ, സിസ്റ്റേഴ്സ്, ആനിമേറ്റേഴ്സ്, സ്നേഹമുള്ള അധ്യാപകരെ, കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ, സ്കൂൾ ജീവിതത്തിലേക്ക് എത്രയും വേഗം തിരികെ പോകണമെന്ന പ്രതീക്ഷയോടെ ഭവനങ്ങളിലിരിക്കുന്ന എല്ലാ KCSL അംഗങ്ങളെയും ഒന്നിപ്പിക്കുവാനായി കൊല്ലം രൂപത 2021-22 വർഷത്തിലേക്കുള്ള പ്രവർത്തന പദത്തിലേക്ക്
വന്നിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ള കൂട്ടുകാരെ അലിവോടെ സമീപിക്കണമെന്നും അവരെ സഹായിക്കണമെന്നും എന്നും എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് നമ്മളെ അനുഗ്രഹിക്കുവാനായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KCSL സംഘടനാ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് അഭിമന്യ പിതാവിനെ ദൈവനാമത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുരാജ്യം ഭരിക്കട്ടെ, ക്രിസ്തുരാജ്യം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം കാണുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ നമുക്ക് ഹൃദയസ്പന്ദനമാക്കി മാറ്റിയ സ്നേഹബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മച്ചാഡോ അച്ഛനെ ക്രിസ്തുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് ഓർമ്മിക്കേണ്ട ഈ കാലഘട്ടത്തിൽ കൊല്ലം രൂപതയിലെ എല്ലാ സ്കൂളുകളെയും ഒന്നിപ്പിച്ച് നമുക്ക് അനുദിന നേതൃത്വം തന്ന നമ്മുടെ പ്രിയപ്പെട്ട രൂപത ഡയറക്ടർ കൂടിയായ ജിജോ അച്ഛനെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രൂപതാ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും സംഘടനാ പ്രസിഡന്റ് കൂടിയായ ജോണി സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം രൂപത KCSL ഓർഗനൈസർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ പ്രവീൺ സാർ നമ്മോടൊപ്പമുണ്ട്. പ്രവീൺ സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. KCSL രൂപതാ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി രൂപതാ സെക്രട്ടറിയായ ആനി ടീച്ചറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്താനിരിക്കുന്ന എല്ലാ KCSL കൂട്ടുകാരെയും ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ആനിമേറ്റർമാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊല്ലം രൂപതയിലെ എല്ലാ സ്കൂളുകളിലെയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽമാരെയും ഹെഡ് മാസ്റ്റർമാരെയും സ്റ്റാഫ് അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്കൂൾ ജീവിത കാലഘട്ടം ഒരു 5ാം സുവിശേഷമാക്കി മാറ്റുവാൻ എൻ്റെ കൂട്ടുകാർ, അവരോടൊപ്പം അവരെ സഹായിക്കുന്ന കുടുംബാംഗങ്ങളെയും KCSLന്റെ ഈ വർഷത്തെ യാത്രയിൽ പങ്കുചേരാൻ ഞാൻ ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് ജയ് KCSL. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭിമന്യ പിതാവേ, പ്രിയ KCSL കുടുംബാംഗങ്ങളെ, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ എന്ന വചനപ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന ബാല്യകൗമാരങ്ങളുടെ സംഘടനയാണ് KCSL. 1915 തൃശ്ശിനാപ്പള്ളി സെയിൻറ് ജോസഫ്സ് കോളേജിലെ ലോലി ഹാളിൽ ബീജാവാപം ചെയ്യപ്പെട്ട ലോകത്തിലെ പ്രഥമ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് ചരിത്രപാതകളിലൂടെ കുരുന്നുകളുടെ കരം പിടിച്ച് തീർത്ഥാടനത്തിൻ്റെ 106ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. വിശ്വാസം, പഠനം, സേവനം എന്നീ മുദ്രാവാക്യങ്ങളിലൂടെ ഒരു സമഗ്ര വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിലേക്ക് വളരാൻ ഈ സംഘടന കുട്ടികളെ പ്രാപ്തരാക്കുന്നു. കൊല്ലം രൂപതയിലെ 35 സ്കൂളുകളിൽ നിന്നായി ഏതാണ്ട് 4500-ൽ പരം വിദ്യാർത്ഥികൾ കഴിഞ്ഞ 56 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ അംഗങ്ങളാണ്. ഞങ്ങളുടെ പ്രിയ ഡയറക്ടർ ജിജോ ജോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ സംസ്ഥാന ക്യാമ്പ്, സംസ്ഥാന കലോത്സവം എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആനിമേറ്ററിനുള്ള ഷെവലിയർ PT തോമസ് അവാർഡും രൂപതയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതും അഭിമാനാർഹമാണ്. സംഘടനയുടെ സേവനം എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കിയ വർഷമായിരുന്നു 2018-19 പ്രളയകാലം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംഘടന സജീവ പങ്കാളിത്തം വഹിച്ചു. വിധവയുടെ ചില്ലിക്കാശ് പോലെ സഖ്യാംഗങ്ങൾ സ്വരൂപിച്ച തുകയും വസ്തുക്കളും പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈമാറി സംഘടന മാതൃക കാട്ടി. 2020-21 കാലഘട്ടം കോവിഡ് മഹാമാരി മൂലം ലോകമാകമാനം സ്തംഭനാവസ്ഥയിലായിരുന്നല്ലോ. എല്ലാ മേഖലയിലും എന്ന പോലെ ഈ തളർച്ച നമ്മുടെ പ്രിയ സംഘടനയെയും ബാധിച്ചു. കുട്ടികളുടെ ആർപ്പുവിളികളും ആരവങ്ങളുമില്ലാതെ വിജനമായി വിദ്യാലയ അങ്കണങ്ങൾ മാറി. വിദ്യാലയ കേന്ദ്രീകൃതമായിരുന്ന സംഘടനയുടെ പ്രവർത്തനം പരിമിതികളോടെ ഓൺലൈൻ മാധ്യമത്തിലേക്ക് ചുരുങ്ങി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സഖ്യാംഗങ്ങൾക്കായി വീടുകളിലിരുന്നുകൊണ്ട് നടത്തിയ ജപമാല നിർമ്മാണ മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഈ മത്സരത്തിൽ തങ്കശ്ശേരി മൗണ്ട് കാർമൽ ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെലീന ആൻഡേഴ്സൺ 1ാം സ്ഥാനവും വിമല ഹൃദയ ISD പഴയാറ്റുംകുഴി സ്കൂളിലെ റിയ വിനോദ് 2ാം സ്ഥാനവും ട്രിറ്റി ലൈസ്യം സ്കൂളിലെ ആഷ്ലിൻ ബ്രണ്ടൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമ്മാനാർഹർക്ക് 3000, 2000, 1000 രൂപ ക്രമത്തിലും
8 കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും ഓൺലൈൻ മാധ്യമത്തിലൂടെ വിതരണം ചെയ്തു. ക്രിസ്തുവിന്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് KCSL സഖ്യാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഒരു കരോൾ ഗാന മത്സരവും ഓൺലൈനായി നടത്തുകയുണ്ടായി. KCSL സംസ്ഥാന ഘടകം ഓൺലൈനായി നടത്തിയ മോണോ ആക്ട് മത്സരത്തിൽ തങ്കശ്ശേരി മൗണ്ട് കാർമൽ ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ആൻ റോവിന റോയ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2020-21 പ്രവർത്തനങ്ങളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമല്ലെങ്കിലും വിശ്വാസത്തോടെയുള്ള സഖ്യാംഗങ്ങളുടെ പ്രാർത്ഥന ഈ കോവിഡ് കാലത്ത് ഏറെ നിർണായകമായിരുന്നു. വീടുകളിലായിരുന്നു കൊണ്ട് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത് സഖ്യാംഗങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തു. നന്മയുടെ 106 വർഷങ്ങൾ പിന്നിടുന്ന ഈ സംഘടനയ്ക്ക് കരുത്തും ഓജസ്സും പകർന്ന് നെഞ്ചേറ്റിലാളിച്ച മഹത് വ്യക്തികൾ നിരവധിയാണ്. കൊല്ലം രൂപതയിലെ അഭിമന്യ പിതാക്കന്മാർ, ഡയറക്ടർ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഔദ്യോഗിക ഭാരവാഹികൾ, ആനിമേറ്റേഴ്സ്, സ്കൂൾ മേലധികാരികൾ, സംഘടനയിലൂടെ വളർന്ന് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രക്ഷോഭിക്കുന്നവർ, ദൈവ പൈതങ്ങളായി കുഞ്ഞുങ്ങളെ വിശ്വാസ ചൈതന്യത്തിൽ വളർത്തിയ മാതാപിതാക്കൾ, സർവോപരി ഞങ്ങളെ അനുനിമിഷം പരിപാലിക്കുന്ന കരുണാമയനായ ദൈവത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് KCSL. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ആനിമേറ്റേഴ്സ്, KCSLൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ നന്മകളും ഭാവങ്ങളും നിങ്ങൾക്കെല്ലാം ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ, ഈ മലയാള നാട്ടിൽ തലയെടുപ്പോടെ നിന്ന വലിയ പ്രസ്ഥാനമാണ് KCSL. നമ്മുടെയൊക്കെ സ്കൂളുകളിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ തന്നെ വിശ്വാസം പഠിക്കാനും പ്രഘോഷിക്കാനുമുള്ള വേദിയാണ് KCSL സജ്ജമാക്കിയത്. ആ വിധത്തിൽ അഭിമാനത്തോടെയാണ് KCSL കുടുംബാംഗങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കുക. സമൂഹത്തിന് ക്രിസ്തുവിനെ കൊടുക്കുവാൻ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ വലിയ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ, ഏത് പ്രതിസന്ധിയിലും വീണു പോകാതെ സഭയെ സ്നേഹിക്കുന്ന പുതിയ വാഗ്ദാനങ്ങളെ, പുതിയ കുട്ടികളെ, ഭാവി വാഗ്ദാനങ്ങളെ സഭയ്ക്ക്, സമൂഹത്തിന് പ്രദാനം ചെയ്യുവാൻ KCSLന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷത്തോടും തികഞ്ഞ അഭിമാനത്തോടും കൂടിയാണ് KCSL കുടുംബാംഗങ്ങൾ ഇന്ന് ഈ കൊല്ലത്തെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുക. ഓൺലൈനായിട്ടാണ് നമ്മുടെ ഒട്ടുമിക്ക പ്രോഗ്രാമുകളും സെറ്റ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ച നിധികളായ, മുത്തുകളായ, ഏറ്റവും വലിയ ദാനങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിശ്വാസം കൊടുക്കാൻ, കുടുംബ ജീവിതത്തിൻ്റെ സ്നേഹ ഊഷ്മളതയുടെ ആഴം കൊടുക്കാൻ, വിശ്വാസ ജീവിതത്തിൻ്റെ തീക്ഷ്ണത കൊടുക്കുവാൻ KCSL എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ആ വിധത്തിൽ ഇന്ന് ഈ സംഘടന ഈ കൊല്ലത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസിക്കുന്നു, എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഇതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും സഭയുടെ വാഗ്ദാനങ്ങളാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നിൽ അലിഞ്ഞു
പ്രിയമുള്ള കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിലെ വിദ്യാർത്ഥികളെ, അവരെ സഹായിക്കുന്ന അധ്യാപകരെ, പ്രിയമുള്ള ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ ജിജോ, വളരെ സന്തോഷത്തോടുകൂടി ഈ വർഷത്തെ KCSLൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ഓരോ കത്തോലിക്ക വിദ്യാർത്ഥിനിയും തങ്ങളുടെ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് നന്നായി പഠിച്ച് നല്ല പെരുമാറ്റം കാഴ്ചവെച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തങ്ങളെ തന്നെ അർപ്പിക്കുന്നതിൽ ദൈവത്തെ കണ്ടെത്തുന്നവർ സഹജീവികളിൽ നന്മ കണ്ടെത്തുന്നവരാണ്. സഹജീവികൾക്ക് കാരുണ്യപൂർവ്വം നന്മ ചെയ്യുന്നതാണ്. ഈ വർഷം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ നിങ്ങളുടെ സഹപാഠികളിലും നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിലും ചെയ്യുവാൻ സാധിക്കട്ടെ. നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയട്ടെ. വിശുദ്ധരുടെയും കർത്താവായ യേശുവിൻ്റെയും നല്ല മാതൃക അത് നിങ്ങൾക്ക് എപ്പോഴും പ്രചോദനമാകട്ടെ. നാടിന് കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവഭക്തിയുടെ രണ്ട് വശങ്ങളാണ് ദൈവത്തോടുള്ള കറയറ്റ സ്നേഹവും വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നത്. ദൈവഭക്തിയുടെ രണ്ടാമത്തെ ഭാവം ദേശത്തെ സ്നേഹിക്കുകയാണ്. അയൽക്കാരനെ സ്നേഹിക്കുക, നാട് പൊതു നന്മയിൽ വളരുന്നതിന് വേണ്ടി വേണ്ടുന്ന നന്മകൾ ചെയ്തുകൊണ്ട് സ്വന്തം നാടിനെ സ്നേഹിക്കുക. അതുകൊണ്ട് നല്ല പൗരന്മാരായി, നല്ല വിശ്വാസികളായി മുന്നേറുവാൻ ഈ സംഘടന നിങ്ങളെ സഹായിക്കട്ടെ. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വൈദികർ, സന്യസ്തർ, ആനിമേറ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട KCSL കൂട്ടുകാരെ, വിശ്വാസം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്ത് ക്രിസ്തുവിൻ്റെ ഉപാധികളില്ലാത്ത സ്നേഹത്തെ പങ്കുവയ്ക്കുക, പ്രഘോഷിക്കുക എന്ന ഏക ദൗത്യമാണ് കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര KCSL തുടങ്ങിയിട്ട് 106 വർഷങ്ങൾ പിന്നിടുന്നു. വിശ്വാസം, പഠനം, സേവനം എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ ക്രിസ്തുവിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യത്തെയാണ് നാം പിന്തുടരുന്നത്. കേരള കത്തോലിക്ക വിദ്യാർത്ഥി സഖ്യത്തിന്റെ ഭാഗമാകുന്ന ഓരോ വിദ്യാർത്ഥിയെയും സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ധാർമ്മിക ബോധത്തോടുകൂടിയും വിവേകത്തോടുകൂടിയും വളർത്തിയെടുക്കുന്ന ഒരു മുഴുവൻ പ്രക്രിയയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇതിനായി ഓരോ വർഷവും പ്രത്യേകം പഠന പുസ്തകവും വിശുദ്ധരുടെ ജീവചരിത്രവും നാം തിരഞ്ഞെടുക്കാറുണ്ട്. ഞാൻ KCSLന്റെ ഭാഗമായ ആദ്യ 3 വർഷങ്ങളിൽ വിശ്വാസവും പഠനവും സേവനവുമായിരുന്നു. ശതാബ്ദിയുടെ നിറവിൽ KCSLന്റെ മുഴുവൻ ചരിത്രവും പിന്നീട് ക്രിസ്തുവിന്റെ കരുണയും സൈബർ യുഗത്തിലെ യുവത്വവും ഒന്നൊന്നായി അറിഞ്ഞു. ഇപ്പോൾ KCSLമൊത്തുള്ള എൻ്റെ യാത്ര 8 വർഷം പൂർത്തിയാകുമ്പോൾ ഒരുപിടി വിശുദ്ധരുടെ ജീവിത കഥകളും ക്രൈസ്തവ ധാർമ്മികത ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളും ഇവയൊക്കെയും തന്ന മൂല്യങ്ങളും എനിക്കൊപ്പമുണ്ട്. വാർഷിക ക്യാമ്പുകളിലും നേതൃത്വ പരിശീലന ക്യാമ്പുകളിലുമൊക്കെ കേട്ട കഥകളും കവിതകളും അവിടെയൊക്കെ ലഭിച്ച സൗഹൃദ ബന്ധങ്ങളും ജീവിതാന്ത്യം വരെയും ഓർത്തുവെക്കുവാനുള്ളതാണ്. എൻ്റെ സംസാര പാടവത്തെ പാകപ്പെടുത്തിയ, എൻ്റെ ചിന്താശേഷിയെ കൂർമ്മപ്പെടുത്തിയ ഒന്നാണ് സ്റ്റഡി സർക്കിൾ അഥവാ പഠനക്കളരി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ KCSLന്റെ ജീവനാടി. കാലിക പ്രസക്തമായ വിഷയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ തുടങ്ങി പ്രാർത്ഥനയിൽ അവസാനിക്കുന്ന ഒരു സൗഹൃദ സംവാദ വേദിയാണ് സ്റ്റഡി സർക്കിൾ. എൻ്റെ ജീവിതത്തിൽ അത് ഒരുപാട് സ്വാധീനം ചെലുത്തുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും കഴിവ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച വേദിയാണ് KCSLന്റെ കലോത്സവം. അവിടെ നമ്മുടെ അധ്യാപകരും സന്യസ്തരും വൈദികരുമൊക്കെ തരുന്ന സ്നേഹവും പിന്തുണയും ഉപദേശങ്ങളും ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ നമുക്ക് ധൈര്യം പകരുന്നവയാണ്. പ്രതിസന്ധികളുടെ ഈ ലോകത്ത് നമുക്ക് ഒരുപാട് കടമകൾ നിർവഹിക്കുവാനുണ്ട്. ലഹരി മരുന്നിന്റെയും മറ്റു സാമൂഹിക തിന്മകളുടെയും സൈബർ യുഗത്തിലെ കെണികളിൽ നിന്നും നമ്മെയും നമ്മുടെ കൂട്ടുകാരെയും സംരക്ഷിക്കുന്നതിനുള്ള വലിയ ചുമതല നമുക്കുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിലായിരിക്കുന്ന നമുക്കതൊരു സുവിശേഷ വേല കൂടിയാണ്. ഒസ്വാൾഡ് ജെ സ്മിത്ത് ഒരിക്കൽ പറഞ്ഞു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ 2ാം വരവിനെ കാത്തിരിക്കുന്നു. എന്നാൽ
ലോകജനതയുടെ പകുതി ഇനിയും ക്രിസ്തുവിനെ അറിയുവാനുണ്ട്. അതെ, ഇത് തന്നെയാണ് ഓരോ KCSL അംഗത്തിൻ്റെയും ലക്ഷ്യവും പ്രവർത്തന മാർഗവും. വേദനിക്കുന്നവരിൽ ക്രിസ്തുവിനെ കണ്ട മദർ തെരേസയെ പോലെ, വിശുദ്ധിക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച മരിയ ഗൊരേത്തിയെ പോലെ, നിശബ്ദതയിലായിരുന്നു കൊണ്ട് മിഷൻ പ്രവർത്തനത്തിന്റെ മധ്യസ്ഥയായി മാറിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധി പ്രാപിക്കുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തമ വഴികാട്ടിയാണ് KCSL. സമൂഹത്തിന്റെ വാഗ്ദാനങ്ങളായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ KCSL കുടുംബത്തിലേക്ക് ചുവടുവെക്കുന്ന കൊച്ചു കൂട്ടുകാർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിശ്വാസ പ്രഖ്യാപനം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ രക്ഷകനും നേതാവും ദൈവവുമായ ക്രിസ്തുവിലും അവിടുത്തെ അരൂപിയായ പരിശുദ്ധാത്മാവായ ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഈശോയുടെ മൗതിക ശരീരമായ തിരുസഭയിലും ഞാൻ വിശ്വസിക്കുന്നു. സഭാമേലധ്യക്ഷന്മാരോടുള്ള എന്റെ വിധേയത്വത്തിൽ സുവിശേഷ പ്രഘോഷണത്തിനും മാതൃകാ ജീവിതത്തിനുമുള്ള എന്റെ ക്രൈസ്തവ വിളി ഞാൻ സ്വീകരിക്കുന്നു. വിശ്വാസം, പഠനം, സേവനം എന്നിവയിലൂടെ സമൂഹത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക എന്റെ ദൗത്യമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സനാതന മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതത്തിലൂടെ ഉത്തമ ക്രൈസ്തവനും ഉത്തമ പൗരനുമായി തീരുവാനും ദുഃഖിതരുടെയും പീഡിതരുടെയും സ്നേഹിതനും ആശ്വാസകനുമായി ജീവിക്കുവാനുമുള്ള എന്റെ കടമ ഞാൻ അംഗീകരിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതവും നീതിനിഷ്ഠവുമായ ഒരു സമൂഹത്തിന്റെ വക്താവായി ജീവിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ പ്രഥമ കർത്തവ്യമായ പഠനത്തോട് നീതി പുലർത്താനും വിദ്യാർത്ഥി സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുമുള്ള എന്റെ ചുമതല ഞാൻ ഏറ്റുപറയുന്നു. കേരള കത്തോലിക്ക വിദ്യാർത്ഥി സഖ്യത്തിന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭാസേവനത്തിനും രാഷ്ട്ര പുരോഗതിക്കും വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ജയ് ക്രിസ്തുരാജൻ, ജയ് KCSL. നമ്മേവരെയും സ്നേഹിക്കുന്ന ഈശോയിൽ എത്രയും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, KCSL കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഒരുമിച്ച് വരുന്നത് ആരുടെ പേരിലാണെന്ന് നിങ്ങൾക്കറിയാം. യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ഒരുമിച്ച് വരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കില്ല, നിങ്ങളോടൊത്ത് യേശുവും കൂടെ ഉണ്ടായിരിക്കും. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു സൗഭാഗ്യം മറ്റില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സർവ്വവും സാധ്യമാണ്. ഒന്നാമതായിട്ട് നമ്മൾ യേശുവിൻ്റെ പക്കലേക്ക് വരിക എന്നുള്ളത്, അതിനുവേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് KCSL. അതിനുവേണ്ടി ഈ കുഞ്ഞുമക്കളെ യേശുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ആനിമേറ്റേഴ്സ്, ഹെഡ് മാസ്റ്റേഴ്സ്, പ്രിൻസിപ്പൽസ്, അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും ഈ കുഞ്ഞുമക്കളെ യേശുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കുഞ്ഞുമക്കളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് അവരുടെ അട്രാക്ഷൻ നമ്മിലേക്ക് തിരിക്കാനല്ല, നേരെ മറിച്ച് യേശുവിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ്. അവർ യേശുവിനെ കണ്ടുമുട്ടണം. യേശുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് നല്ലൊരു ലക്ഷ്യമുണ്ടായിരിക്കും. സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്, ആരെങ്കിലും യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണുള്ളത്. ഏറ്റവും വലിയ പാപികൾ യേശുവിനെ കണ്ടുമുട്ടിയ രംഗങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇനി മേലിൽ പാപികളല്ല, ഏറ്റവും പരിശുദ്ധരായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ പാപികളാണെങ്കിലും അല്ലെങ്കിലും യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുകയാണ്, വലിയൊരു ലക്ഷ്യബോധമുണ്ടാകുകയാണ്. അങ്ങനെ ഈ KCSLൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ചും ഈ വർഷം നമുക്ക് ഓൺലൈനിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ശാരീരികമായി ഒരുമിച്ച് വരുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ലായിരിക്കാം. പക്ഷേ ഒരു വഴി അടയ്ക്കുമ്പോൾ 7 വഴി തുറക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഒരു വഴിയാണ് ഈ ഓൺലൈനിലെ നമ്മുടെ ഈ കൂടിവരവ്. ഇതുപോലെ തന്നെ പല വഴികളും നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ടും യേശുവിനെ കൂടുതൽ അറിയാനായിട്ടും
യേശുവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ടും അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി ഒത്തിരി പ്രവർത്തിക്കാനായിട്ടും ജീവിക്കാനായിട്ടും നമുക്ക് സാധിക്കും. അതിനെല്ലാമായിട്ട് ഈ കൂടിവരവ്, ഈ ഒരു പുതിയ വർഷം KCSLൻ്റേതായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ഓൺലൈനിലെ കൂടിവരവ് മാത്രമല്ല, ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഒരുമിച്ച് വരാൻ സാധിക്കുമോ അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ യുവ മനസ്സുകൾക്ക്, കണ്ടുപിടുത്തത്തിൻ്റെ മനസ്സുകൾക്ക് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി അങ്ങനെ കൂടി വന്നിട്ട് നിങ്ങൾ യേശുവിനെ അറിയുകയും അങ്ങനെ പരസ്പരം കൂടുതലായിട്ട് അറിയുകയും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സൗഹാർദ്ദമായിട്ട് നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും കൈവരാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആശംസയോടുകൂടി നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. ഇന്നത്തെ മഹാമാരികൾ ദൈവം എന്തിനനുവദിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് പ്രപഞ്ച നിയന്താവിന്റെ പദ്ധതികൾ മനുഷ്യബുദ്ധിക്ക് അതീതമെന്ന ഉത്തരമേ നൽകാനാകൂ. രോഗപീഠകളാലും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ കഴിയുന്നവർക്കുമായി നീതിമാന്റെ സഹനം. സർവശക്തനായ യഹോവേ, നീ എനിക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കും 1000 നന്ദി. ഇവൻ ജോബ് ലോകം മുഴുവൻ നശിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പ്രിയദാസൻ. ഇവനെ ഞാൻ എന്റെ ദാസനാക്കും. ഇവന്റെ ദൈവത്തെ തള്ളി പറയും. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ജോബേ, നീ ഇപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നുവോ? നമ്മളുടെ സമസ്തവും നഷ്ടമായി. നമ്മുടെ മക്കളെയും ദൈവം എടുത്തു. ദൈവത്തെ ശപിച്ചുകൊണ്ട് മരിക്കാൻ നോക്കുക. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ തിന്മ സ്വീകരിക്കുവാൻ മടിക്കുന്നുവോ? ജോബേ പോയി, എല്ലാം പോയി. നിന്റെ ഭാര്യയും പോയി. ഇനി നീ അവനെ തള്ളിപ്പറ. അത്യുന്നതന്റെ പദ്ധതികളെ ധിക്കരിക്കുന്ന നീ എന്നിൽ നിന്ന് പോവുക. മനുഷ്യകുലത്തെ ശല്യപ്പെടുത്താതിരിക്കുക. ഇനി എന്തൊക്കെ മഹാമാരി വന്നെന്ന് പറഞ്ഞാലും ഇവനൊന്നും ഇവന്റെ ദൈവത്തെ തള്ളിപ്പറയില്ല. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് സകലവും അറിയുന്നു. സകലവും അങ്ങേക്ക് സാധ്യമാണ്. അങ്ങയുടെ പദ്ധതികൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. സകലതും ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നന്ദി, നമസ്കാരം. സ്നേഹബഹുമാനമുള്ള അഭിവന്ധ്യ കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവേ, KCSLന്റെ രൂപത ഡയറക്ടർ ജിജോ ജോസ് അച്ഛ, രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, KCSL കുടുംബാംഗങ്ങളെ, തിരുസഭയോട് ചേർന്ന് നമ്മുടെ കുട്ടികളെ ക്രിസ്തുവിലേക്ക് വളർത്താൻ കേരള കത്തോലിക്ക വിദ്യാർത്ഥി സഭയിലൂടെ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന നമുക്ക് COVID-19 മഹാമാരിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും KCSL പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിൽ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ തളരാതെ പൊരുതാൻ നമുക്കേവർക്കും ശക്തിയും പ്രചോദനവും നൽകുന്നതിന് ജഗദീശനോട് അപേക്ഷിക്കുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് മടങ്ങുന്നു. നമ്മുടെ ഈ പ്രവർത്തന വർഷം ഉദ്ഘാടനം നിർവഹിക്കുകയും സന്ദേശം നൽകുകയും ചെയ്ത KCSL സംഘടനയുടെ രക്ഷാധികാരി കൂടിയായ അഭിവന്ധ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിന് KCSLന്റെ പേരിലുള്ള സ്നേഹോഷ്മളമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ രൂപതയുടെ വികാർ ജനറലായ വിൻസെൻ്റ് മച്ചാടോ അച്ഛൻ ഈ യോഗത്തിൽ സന്ദേശം നൽകാൻ ക്ഷണിച്ചപ്പോൾ തന്നെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നല്ലൊരു സന്ദേശം നൽകിയ അച്ഛന് KCSLന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഡയറക്ടറായ ജിജോ ജോസ് അച്ഛൻ രൂപതയിൽ ധാരാളം ചുമതലകളുള്ള അച്ഛനാണ്. എന്നിരുന്നാലും
എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യതയോടെ ഏകോപിപ്പിച്ച് ചെയ്യുന്ന അച്ഛന്, KCS സംഘടനയുടെ നെടുന്തൂണായ അച്ഛന് നന്ദി പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഔപചാരികയുടെ പേരിൽ അച്ഛന് സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷപദം അലങ്കരിച്ച സംഘടനയുടെ പ്രസിഡന്റായ ജോണി സാർ ദീർഘകാൽ സംഘടനയിൽ പ്രവർത്തിക്കുകയും വിവിധ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഇന്നത്തെ യോഗത്തിൽ നല്ലൊരു അധ്യക്ഷ പ്രസംഗം കാഴ്ചവെച്ച അദ്ദേഹത്തിന് സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളം വർഷങ്ങൾ സംഘടനയിൽ പ്രവർത്തിക്കുകയും വിവിധ പദവികൾ വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്തിരുന്ന ആനി ടീച്ചർ സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ്. വാർഷിക റിപ്പോർട്ട് വായിച്ച ആനി ടീച്ചറിന് സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വിശ്വാസം, പഠനം, സേവനം എന്നീ ത്രിതല പഠന പരിശീലന പദ്ധതിയിലൂടെ മുന്നേറുന്ന KCSL രൂപത ഭാരവാഹികൾക്കും ആനിമേറ്റർമാർക്കും വിദ്യാലയ മേധാവികൾക്കും അധ്യാപകർക്കും ഇന്നിവിടെ പരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കും എല്ലാറ്റിനുമുപരി KCSL അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് KCSL. ജീവനിലുണരും നവസംഗീതം ജയ ജയ KCSL. അണിയായി വിജയ പതാകയുമേന്തി അണയാം ധന്യത പുൽകാം. ക്രിസ്തുവിലെന്നും വളരുക നമ്മൾ വിശ്വാസദീപവുമേന്തി. പഠനം വഴിയായി വളരാം പാരിൽ സേവന തൽപരരാം. നിരയായി നിരയായി നീങ്ങുക നമ്മൾ സത്യം നീതി പുലർത്താം. ധരണിയിൽ നന്മ വിതയ്ക്കാം നിതരാം മനുഷ്യനു സ്നേഹം പകരാം. ദിവ്യവിവാദം നമ്മെ വിളിക്കും നവ്യവസന്തം വിടരും. ജയ ജയ കർമ്മപദത്തിൽ ജയ ജയ KCSL. ജയ ജയ KCSL. ജയ ജയ